الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾ രണ്ടു നിലക്ക് അവർ നിർവഹിക്കുന്നത് നമുക്ക് കാണാം. ഒന്ന്, നിസ്കാരമടക്കമുള്ള കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധിച്ചതുകൊണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടും ദേഷ്യപ്പെട്ടതുകൊണ്ടുമാണ് അവർ നിർവഹിക്കുന്നതെങ്കിൽ ഒരു മടുപ്പോടുകൂടിയും അലസമായും തീരെ ശ്രദ്ധയില്ലാതെയുമാണ് അവർ ആ കാര്യം നിർവഹിക്കുക, നമ്മെ ബോധിപ്പിക്കാൻ. എന്നാൽ ഉമ്മയോ ഉപ്പയോ നിർബന്ധിക്കാതെ, പറയാതെ സ്വമേധയാ ഒരു കുട്ടി ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ്
അവൻ ആ ആരാധന നിർവഹിക്കുക. സുബഹിന് പള്ളിയിലേക്ക് വരാൻ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചുണർത്തിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അന്ന് അവൻ്റെ മുഖവും പെരുമാറ്റവും അവസ്ഥയും ഉറങ്ങുന്നതിൻ്റെ മുൻപേ നാളെ ഞാനും ഉപ്പാൻ്റെ കൂടെ പള്ളിയിലേക്ക് പോരുമെന്ന് പറഞ്ഞ് അവൻ്റെ ഇഷ്ടപ്രകാരം എഴുന്നേറ്റ് പോരുമ്പോഴുള്ള അവൻ്റെ മുഖഭാവവും പെരുമാറ്റവും രീതികളും വ്യത്യാസമുണ്ടാകും. ഇത് സഹോദരങ്ങളെ കുട്ടികളിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. മനുഷ്യൻ പൊതുവെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ആസ്വദിച്ച് ചെയ്യാൻ അവന് കഴിയാറില്ല. എന്നാൽ സ്വമേധയാ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലാണ് പലപ്പോഴും ആനന്ദവും സന്തോഷവും അവന് കണ്ടെത്താൻ കഴിയുന്നത്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി ചെയ്യേണ്ട മുറപ്രകാരം കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനും പരിശോധിക്കാനുമാണ് ജീവിതമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയുന്നതാണ് സൂറത്തുൽ മുൽക്കിലെ ഈ വചനം. സഹോദരങ്ങളെ, ഒരു കാര്യം നന്നായി ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഏറ്റവും വൃത്തിയിൽ ആ കാര്യം നിർവഹിക്കണമെങ്കിൽ ആ കാര്യത്തെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ജീവിതത്തിലെ കർമ്മങ്ങളെ, ഇബാദത്തുകളെ ആസ്വദിച്ചവരാണ്, ആസ്വദിച്ചുകൊണ്ട് നന്മ ചെയ്തവരാണ്. കഴിഞ്ഞ ഖുതുബയിൽ അവരുടെ പ്രയാസങ്ങളെ അവരെങ്ങനെ ആസ്വദിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കി. അവർ ചെയ്യുന്ന ആരാധനകളെ, ഇബാദത്തുകളെ ഒരു ആസ്വാദനമായി കണ്ടവർ കൂടിയാണ് നമ്മുടെ മുൻഗാമികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്കറിയാമല്ലോ, വജുഇല ഖുർറത്തു ഐനി ഫിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ അത് നമസ്കാരത്തിലാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ നിസ്കാരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു ആനന്ദം നൽകിയ കാര്യമാണ്, ഒരു സന്തോഷം നൽകിയ കാര്യമാണ്. ഇനി സ്വഹാബത്തിന്റെ ജീവിതത്തിലും അവർ ആരാധനകളിൽ കൃത്യതയും സ്ഥിരതയും ഒക്കെ പുലർത്തിയതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് നമുക്ക് കാണാം. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും അവരുടെ സഹോദരനായ അംബസ റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരു ദിവസം നിർവഹിക്കുന്ന 12 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങളെ കുറിച്ച് കേട്ടു. അതിന് സ്വർഗത്തിലൊരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ടു. അവർ പറയാണ്, നബിയിൽ നിന്നത് കേട്ടത് മുതൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആ 12 റക്അത്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അവരാ ഹദീസ് അവരുടെ സഹോദരൻ അംബസ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നു. അംബസ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ സഹോദരി ഉമ്മു ഹബീബയിൽ നിന്ന് ആ ഹദീസ് ഞാൻ കേട്ടതിന് ശേഷം ആ 12 റക്അത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാതിരുന്നിട്ടേയില്ല. നോക്കൂ നിങ്ങൾ ആ ഒരു സ്ഥിരത. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഉറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 തവണയും അല്ലാഹു അക്ബർ എന്ന് 34 തവണയും പറയണമെന്ന റസൂലിന്റെ ഉപദേശം കേട്ടതു മുതൽ സുഫീനിന്റെ രാവടക്കം ജീവിതത്തിൽ സന്തോഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും രാവുകൾ കടന്നുപോയിട്ട് ഒരിക്കൽ പോലും ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടില്ല. ആ ഒരു സ്ഥിരത. ഒരു കാര്യം ചെയ്യുന്നിടത്ത് അവർക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടായി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കെങ്ങനെ നമ്മുടെ ഇബാദത്തുകളെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും? നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു സന്തോഷം, സക്കാത്ത് കൊടുക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ആനന്ദം. ഇബാദത്തുകളെ എങ്ങനെ നമുക്ക് ആനന്ദത്തിൽ ചെയ്യാൻ കഴിയും? അതിനുള്ള ചില മാർഗങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ നാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് നമ്മൾ അറിയണം. നമ്മളൊരു അങ്ങാടിയിലേക്ക് ഒരു ആവശ്യത്തിന് പോയാൽ
ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് യാത്ര പുറപ്പെട്ടാൽ അവിടെ എത്തിയിട്ട് ആ ആവശ്യം നിർവഹിക്കുമ്പോൾ നമുക്കൊരിക്കലും അതിൽ മടുപ്പുണ്ടാവുകയില്ല. എങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചവനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് ജിന്നുകളെ, മനുഷ്യരെ അല്ലാഹു പടച്ചത്. അതിനല്ലാതെ മനുഷ്യർ പടക്കപ്പെട്ടിട്ടില്ല, നാം മനുഷ്യനെ പടച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്, പടച്ചോനെ ആരാധിക്കാനാണ്. അപ്പൊ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതു തന്നെ അള്ളാഹനെ ആരാധിക്കാനാണല്ലോ എന്ന ബോധ്യം ഒരാൾക്കുണ്ടായാൽ, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ അറിഞ്ഞാൽ അവനത് സന്തോഷപൂർവ്വം നിർവഹിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം. പലപ്പോഴും ഇബാദത്തുകളിൽ നമുക്ക് തടസ്സം നിൽക്കുന്നത് എന്താണ്? നമ്മളാരും സുബഹിനൊന്നും പള്ളിക്ക് പോണ്ട എന്ന് നിയ്യത്ത് വെച്ച ആരും നമ്മുടെ കൂട്ടത്തിലില്ല. അസർ നിസ്കാരം പള്ളിയിൽ അങ്ങനെ നടക്കട്ടെ, എനിക്കവിടേക്ക് പോകാനുള്ള താല്പര്യമില്ല എന്ന് നമ്മൾ ആരും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ജോലി ഭാരം, നമ്മുടെ ഉപജീവനം, നമ്മുടെ കച്ചവടം, ഇതൊക്കെയാണ് പലപ്പോഴും ഒരു തടസ്സമായി നമ്മുടെ മുന്നിൽ വരാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്ന ആദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ആദമിന്റെ പുത്ര മനുഷ്യ, തഫറഗ് ലി ഇബാദതി, നീ എനിക്ക് വേണ്ടി ആരാധന ചെയ്യാൻ, ഇബാദത്തെടുക്കാൻ നീ ഒഴിഞ്ഞിരിക്ക്. അംല സുദറക ഗിന, അപ്പൊ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറക്കപ്പെടും, ഐശ്വര്യം കിട്ടും, ഒരു സമാധാനം ഉണ്ടാകും. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം നീങ്ങിപ്പോകും. വഇല്ലാ തുഫ്അൽ, അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ മലഉതു യദൈക ശുഗ്ല വലം അസുദ്ദ ഫഖറക, നിന്റെ കൈകൾക്ക് ബിസി ഉണ്ടാകും, പക്ഷെ ദാരിദ്ര്യം തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? മനുഷ്യ, നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്ക്. അതിന്റെ അർത്ഥം പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടണമെന്നല്ല. ഇബാദത്തിനുള്ള സമയം അത് ഇബാദത്തിന് തന്നെ നീ കൊടുക്ക്. എങ്കിൽ മനസ്സിന് ഐശ്വര്യം ഉണ്ടാകും, ദാരിദ്ര്യം പടച്ചവൻ നീക്കി തരും. ഇല്ലെങ്കിലോ, പടച്ചവനുള്ള ഇബാദത്ത് മറന്ന് ദാരിദ്ര്യം തീർക്കാൻ ഓടിയാൽ ഹൃദയത്തെ, കൈകൾക്ക് അല്ലാഹ് ബിസി തരും, ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല. ഈ ബോധം നമുക്കുണ്ടാകണം. അപ്പൊ നിസ്കാരത്തിന്റെ സമയത്ത് 2 കസ്റ്റമർ എനിക്ക് നഷ്ടപ്പെട്ടാലും ഇബാദത്തിന് ഞാൻ സമയം കൊടുത്താൽ പടച്ചോൻ എനിക്ക് അതിനേക്കാൾ നല്ലത് തരുമെന്ന ബോധമുണ്ടെങ്കിൽ ആസ്വദിച്ച ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാന്റെ ഇഷ്ടക്കാരാവുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദ്സിയായ മറ്റൊരു ഹദീസിൽ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി, അല്ലാഹ് ഫറളാക്കിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നിർബന്ധ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് പടച്ചോനിലേക്ക് അടുക്കുക. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ, ഇനി സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും അടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഹദീസിന്റെ ബാക്കിയിൽ കാണാം, അങ്ങനെ ഞാൻ അവൻ ഇഷ്ടപ്പെട്ടാൽ അവൻ കാണുന്നത്, കേൾക്കുന്നത്, പിടിക്കുന്നത്, നടക്കുന്നതൊക്കെ അവന്റെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ ഞാനാകുമെന്ന് പറഞ്ഞാൽ, അഥവാ എനിക്ക് ഇഷ്ടമുള്ളതിലൂടെ മാത്രമേ പിന്നെ അവന്റെ ജീവിതം ഉണ്ടാകുള്ളൂ. മാത്രമല്ല, ചോദിച്ചത് ഞാൻ അവന് കൊടുക്കും, രക്ഷ തേടിയാൽ രക്ഷ കൊടുക്കും. 2 കാര്യം പറഞ്ഞേ. നിർബന്ധ കർമ്മങ്ങൾ കൊണ്ടും സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും പടച്ചോനിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടും, ചോദിച്ചത് തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ലഭിക്കുന്ന പുണ്യം എന്താണ് എന്നറിയണം. ചെയ്യുന്നതൊരു ചെറിയ പണിയായിരിക്കും, പക്ഷെ അതിന്റെ കൂലി എത്രയാ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅത അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബഹിന്റെ മുമ്പ് നിർവഹിക്കുന്ന 2 റകഅത്ത് സുന്നത്ത്. ഒന്നാമത്തതില് കാഫിറൂനും രണ്ടാമത്തതിൽ ഇഖ്ലാസുമാണ് പൊതുവെ ഓതുക. അത്ര ചെറിയ സമയം കൊണ്ട് നിർവഹിക്കുന്ന 2 റകഅത്ത് സുന്നത്ത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ,
ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും അതിനേക്കാൾ ഉത്തമമാണ്. നോക്കൂ, നിങ്ങൾ ചെറിയ പണി എത്ര വലിയ കൂലിയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവസരം കിട്ടൽ, അത് പറയലാണ് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. സൂര്യൻ ഉദിക്കുന്നത് എന്തിൻ്റെയൊക്കെ മുകളിലാണോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം. ഭൂമിയിലെ സർവ്വതും കിട്ടുന്നതിനേക്കാൾ ഇഷ്ടമാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ അവസരം കിട്ടൽ. ചെറിയ പണി, എത്ര കൂലി. ആ കൂലിയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അഞ്ചാമത്തെ കാര്യം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. ആർക്കാണ് കച്ചവടവും വ്യാപാരവും വ്യവസായവും വ്യവഹാരങ്ങളൊക്കെ തടസ്സമില്ലാതെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ, ചില മനുഷ്യർ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, കച്ചവടവും വ്യവഹാരങ്ങളൊന്നും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവരെ തടയുകയില്ല. എന്താണ് അവരുടെ? മാത്രവുമല്ല, അവർ നിസ്കാരം നിലനിർത്തും, സകാത്ത് കൊടുക്കും. എന്താണ് അവരുടെ പ്രത്യേകത? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും അഞ്ചിപ്പോകുന്ന ഭയവിഹ്വലമായൊരു ദിവസത്തെ അവർ പേടിക്കുന്നുണ്ട്. പരലോകം വരാനുണ്ട് എന്ന് ശരിക്കും നമ്മൾ പഠിച്ചാൽ, ഞാൻ എൻ്റെ ഖബറിന്ന് എഴുന്നേറ്റ് വരുന്ന ഭയാനകമായ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഭയം ആരുടെ ഹൃദയത്തിനുണ്ടോ മനസ്സിനുണ്ടോ അവന് ദിക്റെടുക്കുന്നതിൽ നിന്ന്, നിസ്കരിക്കുന്നതിൽ നിന്ന്, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന്, ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അവൻ്റെ കച്ചവടവും വ്യവഹാരവും ഒരിക്കലും അവനെ അശ്രദ്ധമാക്കൂല. പരലോക ബോധം ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ആനന്ദത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ആറാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ വഴിയാണ് ഇബാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസി കൂടിയാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് വിശിഷ്ടമായ ജീവിതം നാം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലവും കൊടുക്കും. സഹോദരങ്ങളെ, ഈ വിശിഷ്ട ജീവിതം എവിടെ കിട്ടുക? ഇവിടെ കിട്ടുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അനുവദനീയമായതും ഉത്തമവുമായ ഉപജീവനം, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അന്യരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള അവസ്ഥ, സൽക്കർമ്മം ചെയ്യാനുള്ള താല്പര്യം, വിധിവിലക്കുകൾ അനുസരിക്കുന്ന ജീവിതം, ഇതൊക്കെയാണ് വിശിഷ്ട ജീവിതം തരും എന്ന് പറഞ്ഞാൽ. എവിടെ തരും? ഇവിടെ തരും. സംതൃപ്തിയുള്ള ജീവിതം ഇവിടെ തരും. ഇബാദത്ത് ചെയ്യുന്നവർക്ക് പരലോകത്ത് പ്രതിഫലവും തരും. ഈ 6 കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തിവെച്ചാൽ എല്ലാ നിസ്കാരവും, എല്ലാ നോമ്പും, എല്ലാ ഖുർആൻ പാരായണവും സഹോദരങ്ങളെ ആസ്വദിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് എവിടെയെങ്കിലും നിസ്കാരത്തിന് പോകുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഖുർആൻ എടുക്കുമ്പോൾ പിശാച് നമ്മെ പിറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരം കഴിഞ്ഞൊന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മനസ്സ് വരണില്ലെങ്കിൽ, ഈ 6 കാര്യം മനസ്സിൽ ഇങ്ങനെ ഓർക്കണം നമ്മൾ. പടച്ചോനെ, എൻ്റെ ഇഹലോക ജീവിതം പോലും സന്തോഷാകാൻ, പരലോകം കിട്ടാൻ, എനിക്ക് വരാനുള്ള മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ വിജയിക്കാൻ എൻ്റെ വഴിയാണ് ഞാൻ ഈ മുടക്കുന്നതെന്ന ബോധമുണ്ടാകണം. ഞാൻ എത്ര ഓടിയാലും എൻ്റെ ദാരിദ്ര്യവും പ്രയാസമൊക്കെ പടച്ചോനാണ് നീക്കേണ്ടത്. പടച്ച റബ്ബ് നീക്കുന്നത് ഞാൻ ഇബാദത്തിൽ മുഴുകുമ്പോഴാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യമാണ് ഞാൻ ഈ മറക്കുന്നതെന്ന് ഒരു ജമാഅത്ത് മുടങ്ങുമ്പോൾ സഹോദരങ്ങളെ മനസ്സിനെ പഠിപ്പിക്കാൻ നമുക്കാകണം. ഈ 6 കാര്യം നമ്മൾ മനസ്സിൽ കൊത്തിവെച്ചാൽ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് ഇബാദത്ത് എടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിരീക്ഷണ സംവിധാനങ്ങളെ പേടിക്കുന്നവരാണ് പൊതുവിൽ മനുഷ്യർ. അതുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒന്ന് റെഡിക്ക് വെക്കും, സീറ്റ് ബെൽറ്റ് ഒന്ന് ശരിയല്ല എന്ന് ഉറപ്പിക്കും. പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് എന്ന് കണ്ടാൽ കടലാസുകളില്ല എന്ന് ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കും. നിരീക്ഷണം നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷെ പുതിയൊരു കാലത്ത് ആർക്കാണ് ഒരു മനുഷ്യൻ്റെ 24 മണിക്കൂർ ജീവിതത്തെ നിരീക്ഷിക്കാൻ കഴിയുക? 10ാം ക്ലാസ് വരെ, +2 വരെ നന്നായി ജീവിച്ചൊരു മകനെ ഏതോ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി ആ ഹോസ്റ്റൽ മുറിയിലെ അവൻ്റെ ജീവിതത്തെ 24 മണിക്കൂറും നമുക്ക് നിരീക്ഷിക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? മക്കളൊക്കെ വഴികേടിലേക്ക് തെന്നി വീഴുന്നൊരു കാലത്ത് സഹോദരങ്ങളെ, അവർക്ക് ചില നിരീക്ഷണം നമ്മൾ ഒരുക്കണം. ആ നിരീക്ഷണം എന്താ? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അതാണ് നിരീക്ഷണ ബോധം. മോനെ, നീ ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും ആകാശഭൂമികളിൽ അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നീ എവിടെ അതിനെ മറച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു നിഗൂഢജ്ഞാനിയാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. ഈ ബോധം മക്കൾക്ക് പകർന്നു കൊടുക്കലും നമ്മൾ ഉൾക്കൊള്ളലുമാണ് ജീവിതം നന്നാകാനുള്ള വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സ്ഥിരമായി കിട്ടേണ്ടതുണ്ടാകും. പടച്ചവനെ പറഞ്ഞു കൊടുത്തിട്ടേ നമ്മുടെ മക്കളെ നന്നാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവുണ്ടാവുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമ്പത്തികവും മാനസികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രതിസന്ധികളെ നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അള്ളാഹ് ശിഫ നൽകുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചറബ് മഗ്ഫിറത്തേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മഅഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.